ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. യേശു സ്വർഗരാജ്യത്തെപ്പറ്റി ഉപമകൾ പറയുന്നതാണ് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇന്നലെ യേശു സ്വർഗരാജ്യം ഒരു കടുകുമണിയോട് ഉപമിച്ച് പറഞ്ഞു. So the kingdom of God, heaven is like a mustard seed, which a man took and sowed in his field, which indeed is the least of all seeds, and when it is grown, it is greater than the herbs, and becomes a tree, so that the birds of the air come and nest in its branches. അടുത്ത പാരബിള് യേശു പറയുകയാണ്. മറ്റൊരു ഉപമ യേശു പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. കണ്ടോ, ഇതെല്ലാ സ്ത്രീകൾക്കും അറിയാം എന്നതാണ് പുളിച്ച മാവ് അല്ലേ. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ യെശയ്യാ മുഖാന്തരം പറഞ്ഞത് നിവൃത്തിയായെന്ന്. So he told the parable about the kingdom of heaven is like a leaven which a woman took and hid in 3 measures of meal till it was all leavened. കണ്ടോ, അതെല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിൽ അപ്പം ചുടുമല്ലോ. എത്ര പേര് അപ്പം ചുടും? അപ്പം ചുടുമ്പോൾ നമ്മൾ അതെന്താ ചെയ്യുന്നത്? ഈസ്റ്റ്, ആദ്യം ഈസ്റ്റ് കലക്കി ചേർക്കും. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും നിങ്ങൾ ഈസ്റ്റ് ചേർക്കണ്ട. നിങ്ങൾ അതിൽ നിന്ന് ഒരു ഇച്ചിരി എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കണം. ഒരാഴ്ച കഴിഞ്ഞാലും ഒരു സ്പൂണോ 2 സ്പൂണോ മതി. അതെടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ അരി അരച്ചതിൻ്റെ കൂടെ ഇത് കൂട്ടിയാൽ മതി. അത് കൂട്ടുമ്പോൾ അങ്ങനെയാണല്ലോ ഹോട്ടലിലൊക്കെ അപ്പം ചുടുന്നത്. ആ കലം അവർ കഴുകാതെ വെക്കും, അതിൻ്റെ അകത്തേക്ക് അരച്ച് ചേർക്കാൻ തോന്നും. എന്നും അപ്പം ചുടുന്നവർ. നമ്മളൊക്കെ ആഴ്ചയിൽ ഒന്നൊക്കെ അപ്പം ചുടുള്ളൂ. അതുകൊണ്ട് ആ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും കുറച്ച് മാവ്. അപ്പോൾ ആ പുളിമാവ് മറ്റേതിലേക്ക് ഒരു 2 കിലോ അരി അരച്ചാലും അതങ്ങ് ചേർത്താൽ മതി. എന്ത് ചെയ്യും? രാത്രി അത് പൊങ്ങി രാവിലെ അത് പൊങ്ങി വന്നിരിക്കും അല്ലേ. അതാണ് യേശു പറഞ്ഞ ഉപമ അല്ലേ. ഒരു സ്ത്രീ അങ്ങനെ ആ പുളിമാവ് എടുത്ത് അങ്ങനെ അരിയിൽ ചേർത്തപ്പോഴത് പുളിച്ചു വന്നു എന്ന് കണ്ടോ. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന, സാധാരണ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യത്തോടാണ് യേശു ഉപമിച്ചത്. അങ്ങനെയാണ് ഈ ദൈവരാജ്യം വിസ്തരിക്കപ്പെടേണ്ടത്, വിശാലമാക്കണം. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ 3 കാര്യം ചെയ്യണം ദൈവരാജ്യത്തിന് വേണ്ടി. ദൈവമേ, കർത്താവേ, സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണം അല്ലേ. രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഓർക്കുന്നുണ്ടോ? നീതി, സന്തോഷം, സമാധാനം. നീതി, സമാധാനം, സന്തോഷം. ഇത് 3 വരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആദ്യം നമ്മുടെ ഉള്ളിൽ വരണം, നമ്മുടെ കുടുംബത്തിൽ വരണം, നമ്മുടെ അയൽവക്കത്ത് വരണം, നമ്മുടെ സ്റ്റേറ്റ് വരണം, നമ്മുടെ കൺട്രി വരണം, ലോകമെമ്പാടും ദൈവത്തിൻ്റെ രാജ്യം വരണം. പിതാവിൻ്റെ സ്വപ്നം ഇതാണ്, ദൈവരാജ്യം സ്ഥാപിതമാണ്. അതിനുവേണ്ടിയാണ് യേശു വന്നത്. യേശു ഈ ലോകത്തിലേക്ക് വന്ന് പിശാചിൻ്റെ വർക്ക്, പിശാചിൻ്റെ ചെയ്തികളെല്ലാം അഴിക്കാൻ വേണ്ടിയാണ്, തകർക്കാൻ വേണ്ടിയാണ്, സാത്താനെ തകർക്കാൻ വേണ്ടി, സാത്താന രാജ്യം നശിപ്പിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ആ ബാറ്റൺ, നമുക്ക് ആ ഡ്യൂട്ടി, നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി അത് നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എന്നും കർത്താവിന് വേണ്ടി ഞാൻ ഓടുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടാണ് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച്, ദൈവമേ, ഞാനല്ല അങ്ങ് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് വചനമെല്ലാം പഠിച്ച് ഞാനൊന്നും എഴുതിയെടുക്കുകയില്ല, ഞാനൊന്നും നോട്ടും കൊണ്ടുപോകുകയില്ല, ലാപ്ടോപ്പും കൊണ്ടുപോകുകയില്ല, ബൈബിളും തുറക്കുകയില്ല. ബൈബിൾ ഉണ്ടാകും, ബൈബിൾ തുറക്കുകയില്ല. പക്ഷേ അങ്ങനെയാണ് യേശു പ്രസംഗിച്ചത്. അതുപോലെ തന്നെ നമ്മൾ യേശുവിനെ പോലെ ആകണം, യേശുവിനെ പോലെ തന്നെ നമ്മൾ ആകണം. ആമേൻ. അങ്ങനെ വായ തുറന്ന് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് എന്നിൽ കൂടി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന. അതാണ് ഞാൻ ഈ വചനമൊന്നും ആരെയും പഠിപ്പിച്ചിട്ടില്ല ഇതുവരെ. ബൈബിൾ മുഴുവൻ നിങ്ങളെ മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഈ മലയാളം ഗ്രൂപ്പിൽ മാത്രം, വേറെ ഇംഗ്ലീഷ് ഗ്രൂപ്പിലും തെലുങ്കിലും ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ എത്ര വരം ലഭിച്ചവരാണ്. ദൈവം തരുന്ന വലിയ ഒരു ഭാഗ്യമാണ്. നിർലക്ഷ്യമായിട്ട് കരുതരുത്. എന്നും രാവിലെ ഓൺ ചെയ്യുക, സ്പീക്കറിൽ വയ്ക്കുക, വീട്ടിലുള്ളവരെല്ലാം കേൾക്കുക. അതിനു മുമ്പ് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക അല്ലേ. ഈ ഗ്രൂപ്പിലുള്ള എത്ര ഗ്രൂപ്പുണ്ട് ഓരോരുത്തർക്കും. നിങ്ങൾക്കൊരു 10 ഗ്രൂപ്പിൽ കൂടുതലില്ലേ? അവിടെ എല്ലാം പോകട്ടെ. മലയാളം അറിയാവുന്നവർക്കെല്ലാം ഇത് അയച്ചു കൊടുക്കുക. അങ്ങനെ ദൈവം നിങ്ങളെ, അങ്ങനെയാണ് ദൈവരാജ്യം 11, അതായത് പുളിമാവ് പോലെ ഇങ്ങനെ വിസ്തരിച്ച് വലുതായി പക്ഷികൾ കൂടുകൂട്ടണം. പിന്നെ അതിങ്ങനെ വ്യാപിച്ച് പോകണം, വലുതാകണം. അതാണ് സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹം. അങ്ങനെ നിങ്ങളെ എല്ലാവരും ദൈവം അതിനായി ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാഷണൽ പ്രേ മൂവ്മെൻറ്റ്, നാഷണൽ വിമൻസ് മൂവ്മെൻറ്റ്, നാഷണൽ യൂത്ത് മൂവ്മെൻറ്റ്, നാഷണൽ കിഡ്സ് മൂവ്മെൻറ്റ്, എസ്തർ പ്രേ മൂവ്മെൻറ്റ്, ഇങ്ങനെ 5 ദർശനമാണ് ദൈവം ന്യൂ ബ്ലോസം മിനിസ്ട്രിക്ക് തന്നിരിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് മിനിസ്ട്രി തുടങ്ങി, വിഷൻ തുടങ്ങി.
ഇപ്പോൾ അങ്ങനെ വിസ്തരിച്ച് ഞാൻ പറയുന്നുണ്ടല്ലോ, ഇപ്പം കടുകുമണി വലിയ വൃക്ഷമായി തീരുകയാണ്. ന്യൂ ബ്ലോസമാണ്. ബ്ലോസം എന്ന് പറഞ്ഞാൽ എന്താണ്? വികസിക്കുന്ന പൂവ്. അതാണ് പേര് ദൈവം ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ ആ പൂവ് നമ്മൾ ഒരു വിത്ത് വിതയ്ക്കുന്നു, അത് ചെടിയാകുന്നു. എൻ്റെ മുമ്പിൽ ഒരു ചെടിയുണ്ട്, ഒരു ചെടി. അതിൽ ആദ്യം ഒരു ഇല വരും, അത് സ്പ്രൗട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ 2-3 ഇല വരും. ഇങ്ങനെ എല്ലാം വളരണം. അതാണ് സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹം. പിന്നെ ഒരു മൊട്ട് വരും അതിൽ, അല്ലേ? ആ മൊട്ട് വരുമ്പോൾ എന്ത് സന്തോഷമാണ്. ആദ്യം മൊട്ടായിട്ടാണ് ഞങ്ങളുടെ മിനിസ്ട്രി തുടങ്ങിയത്. പിന്നെ അത് വികസിച്ചപ്പോൾ അതൊക്കെ ഒരു ബഡ് ഇങ്ങനെ വികസിക്കാൻ തുടങ്ങി. വികസിച്ച് അത് വലിയ പൂവായി. അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യം 5 പേര്, 10 പേര്, 100 പേര്, 1000 പേര്, 10,000 പേര്, 1,00,000 പേര്, ഇപ്പം മില്യൺസ് ലിസണിങ്. ആമേൻ. മില്യൺസ് ബീങ് ബ്ലെസ്ഡ് ത്രൂ മീ, ത്രൂ അസ്. സോ അതിന് ദൈവത്തിന് എല്ലാ മഹത്വം ഞാൻ കൊടുക്കുകയാണ്. ഇപ്പം ത്രൂ ദ TV, ഈ വേർഡ് ഓഫ് ഗോഡ് ഈസ് റീച്ചിങ് ഓൾ ഓവർ ദ വേൾഡ്. എൻ്റെ TV മെസ്സേജ്, എൻ്റെ ബുക്ക് ദ്വാര അനേകം ആൾക്കാർ ഈ വചനം പഠിക്കുന്നു. ചില പാസ്റ്റർമാർ പറയുകയാണ്, സിസ്റ്ററിൻ്റെ ബുക്കിൽ നിന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് ബുക്ക് എത്ര അനുഗ്രഹമാണ്, ഇത്ര നല്ലപോലെ എഴുതി. ഞാൻ എഴുതിയില്ല, പരിശുദ്ധാത്മാവാണ് എഴുതിയത്. ഞാൻ പ്രസംഗിക്കുന്നില്ല, ഞാൻ നിൽക്കുന്നുള്ളൂ. ഐ എം ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. പരിശുദ്ധാത്മാവാണ് ഇതിൽ കൂടെയൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. പിന്നെ റേഡിയോ, കൊറോണ ടൈമിൽ ദൈവം തുറന്നതാണ് റേഡിയോ, ഓൺലൈൻ റേഡിയോ. അത് നമ്മുടെ ആപ്പിൽ കിട്ടും. റേഡിയോ ആരും മേടിക്കണ്ട, നമ്മുടെ ഫോണിൽ തന്നെ നീസ്വരോ, തെലുങ്കിൽ നീസ്വരമാണ്. അത് ഡൗൺലോഡ് ചെയ്താൽ അത് കണ്ടിന്യൂസ് 24/7 യു ക്യാൻ ഹിയർ ദി ഓഡിയോ മെസ്സേജസ്. അതുകൊണ്ട് അത് ഞാൻ എല്ലാ ശനിയാഴ്ചയും 7:30 എല്ലാ ദിവസവും 8 മണിക്ക് TV യിൽ നിൻസ്വരം എന്ന TV യിൽ നിങ്ങൾക്ക് എൻ്റെ മെസ്സേജ് കിട്ടുന്നതാണ്. ഗോഡ്സ് ഫാമിലി വരുന്ന മെസ്സേജ്. അങ്ങനെയൊക്കെ കർത്താവ് ആ നീസ്വരം എന്ന ബ്രദർ ഇമ്മാനുവലാണ് നടത്തുന്നത്. പിന്നെ ഒരു സിസ്റ്ററുണ്ട്, അക്സ എന്ന് പറഞ്ഞ സിസ്റ്റർ. ആ സിസ്റ്ററും നടത്തുന്നുണ്ട്. അതിന് ശുഭസന്ദേശം എന്നാണ് എൻ്റെ പേര്. തെലുങ്കിലാണ് മോസ്റ്റ്ലി ഐ ഗിവ് ദിസ്, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ഹിന്ദി ഓൾസോ, ഗോയിങ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. യൂട്യൂബിൽ ട്രീസ പോൾ അടിക്കുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവുന്നവരെല്ലാം ഇംഗ്ലീഷ് മെസ്സേജ് കേൾക്കുക. ഇംഗ്ലീഷിലും തെലുങ്കിലും ഹിന്ദിയിലും ട്രാൻസ്ലേഷനുണ്ട്. അങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്? കിങ്ഡം ഓഫ് ഗോഡ് ഷുഡ് ബി എക്സ്പാൻഡഡ്. ആമേൻ. ഈ വചനമെല്ലാം ഇതാണ് കടുകുമണിയുടെ ഉപമ പറഞ്ഞത്. ഇതാണ് പുളിമാവിൻ്റെ ഉപമ യേശു പറഞ്ഞത്. ഇങ്ങനെ വിശാലത വിസ്തരിച്ചു കൊണ്ട് ഇരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ നിങ്ങളിലും അങ്ങനെ ഒരു ഫലം കായ്ക്കട്ടെ. എല്ലാവരും ഈ വചനം മൂലം എല്ലാവരെയും അറിയിക്കുന്നത് മുഖാന്തരം നിങ്ങൾ ദൈവരാജ്യം സ്പ്രെഡ് ചെയ്യുകയാണ്, ദൈവരാജ്യം വളർത്തിയെടുക്കുകയാണ്, പിതാവിൻ്റെ സ്വപ്നം നിറവേറ്റുകയാണ്. നിങ്ങൾ അറിയുന്നില്ല അതല്ലേ? നിങ്ങൾ അത്രയും വലിയ പദവിയാണ് ദൈവം തന്നിരിക്കുന്നത്. മിനിസ്ട്രിയാണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലാവരെയും ദൈവം അതിനായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പങ്കാളിയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.